ഏട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് ഏട്ടൻ തന്നെ അഭിനയിച്ച് ഏട്ടൻ തന്നെ പാട്ട് പാടി ഏട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് കുട്ടികളുടെ പടം പറഞ്ഞ് കുട്ടികളുടെ നോക്കു വാങ്ങിയ പടം. ഒന്നും പറയല്ല, ഭയങ്കര ലാഗായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഉറക്കം വന്നു, സെക്കൻഡ് ഹാഫ് ഉറങ്ങി പോയി. ഈ പടത്തിന്റെ കഥ പറയുന്നതിന് മുന്നേ ഈ പടം ഇങ്ങനെ തുടങ്ങിയെന്ന് നമ്മൾ ആദ്യം അറിയണം ഗൈസ്. ഫ്ലാഷ് ബാക്ക്. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ ഡയറക്ടറൊക്കെ ഉണ്ടായി ഗൈസ്. പിന്നെ നമ്മുടെ രാജുവേട്ടനൊക്കെ ഉണ്ടായി. പിന്നെ രാജുവേട്ടൻ ഏട്ടനൊരു ക്യൂട്ട് ബേബി എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? വളരെ കൊച്ചു കുട്ടിയുടെ ഇമാജിനേഷൻ ഉള്ള ഒരാൾക്ക് മാത്രം സംവിധാനം ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്കില്ലുകളും ഈ കഴിവുകളും എല്ലാം ഉള്ള ലാലേട്ടനേക്കാൾ കൊച്ചൊരു കുട്ടിയെ എനിക്ക് പരിചയമില്ല. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞവനാണ് യഥാർത്ഥ സുഹൃത്ത്, അല്ലാണ്ട് ആത്മവിശ്വാസം ഉണ്ടാക്കണവനല്ല. രാജുവേട്ടന് വന്നപ്പോ എന്നെ മനസ്സിലായി ഈ പടം കയ്യിന്ന് പോയിന്ന്. അപ്പൊ ആളങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് മുങ്ങി. അതേപോലെ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ ഡയറക്ടറും പോയി. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ സന്തോഷ് ശിവന്റെ ബർത്ത്ഡേയുടെ ഒന്ന് വിഷസ് അറിയിച്ചൊരു വീഡിയോ ഇട്ടു. അതും കൂടി ആയിപ്പോ ഫാൻസിന് മതിയായി ഗൈസ്. Happy birthday Santosh Shivan. Many more happy returns today. Lots of love and prayers. വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. ഏട്ടൻ ഈ പടത്തില് ദിഗാമ തമ്പുരാന്റെ താക്കോൽ സൂക്ഷിക്കണ ഒരു ഭൂതാണ് ഗൈസ്. ഈ പടത്തില് ദിഗാമയുടെ ബന്ധക്കാരെങ്കിലും വരണമെങ്കിൽ അവിടുന്ന് ആ താക്കോൽ അങ്ങ് കൊടുക്കാൻ നൈസായിട്ട് സ്കിപ്പ് ആവുക. അതാണ് നമ്മുടെ ഏട്ടന്റെ ലക്ഷ്യം. ഏട്ടൻ്റെ ഈ പടത്തിലെ എൻട്രി കൈയടിക്കാൻ വന്ന ഫാൻസിന്റെ തലയിൽ കൈ വെക്കേണ്ടി വന്ന ഒരു എൻട്രിയാണ് ഗൈസ്. ഏതാണ്ട് 1650 ദിവസങ്ങളോളം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഇതിനു വേണ്ടിയാണോ ഏട്ടാ ഈ ഇത്ര കൊല്ലം വേസ്റ്റ് ചെയ്തേ? ഏട്ടന്റെ വെറുപ്പിക്കൽ എന്നെ സഹിക്കാൻ പറ്റാണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിച്ചാത്തന്റെ വെറുപ്പിക്കലുകൾ. പിന്നെ കോട്ടയിൽ കുറച്ച് കള്ളന്മാര് വന്ന് മോഷ്ടിക്കാൻ വരും. ഏട്ടനപ്പം അവരൊക്കെ ഇടിച്ചു കൂട്ടും. എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ, പേടിക്കണ്ട. അത് കഴിഞ്ഞ് ദിഗാമയുടെ തലമുറയിലുള്ള ആൾക്കാരൊക്കെ വരും. ഇസബെല്ലയ്ക്ക് താക്കോല് കൊടുക്കാനായിട്ട് ബറോസ് വരും. ബറോസ് ഇവളുടെ മുന്നിൽ പറന്ന് കാട്ടി കൊടുത്തിട്ട് പോലും ഇങ്ങേര് ഭൂതാന്ന് ഈ പെണ്ണിന് മനസ്സിലായില്ല പോലും. അത് പോട്ടെ, മുൻപിൽ ഒരാൾ പറന്നു പോണ കണ്ടിട്ട് അത്ഭുതപ്പെടേണ്ട ഗൈസ്. ഇവള് ഒരു അത്ഭുതമില്ല. അയ്യോ വയ്യ, ഇതെങ്ങനെ എഴുതാൻ കഴിയണ ഏട്ടാ? ആരാടാ ഇത് VFX ചെയ്തേക്കുന്നത്? ഇതെന്താടാ പറക്കണേ? എന്തുവാടാ കാട്ടി വെച്ചേക്കണേ? ഫോണിൽ ഇതിൽ നന്നായി എഡിറ്റ് ചെയ്യാൻ പറ്റൂലോടാ. പിന്നെ ഏട്ടൻ്റെ കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഷോർട്സ് ഉണ്ട് ഈ പടത്തിൽ. ബറോസ് എന്നിട്ട് ഇസബെല്ലയോട് ഇങ്ങോട്ട് വരാൻ പറയും. അപ്പോൾ ഇവിടെ കടലിൽ കാല് കുത്തുമ്പോൾ ഇവള് താഴേക്ക് പോയില്ല, കടലിൽ കൂടെ നടക്കും. എന്നിട്ട് ഇവൾക്കൊരു അത്ഭുതമില്ല ഗൈസ്. ഇവള് സാധാരണ റോട്ടിൽ നടക്കണ വഴി നടക്കും. ഏട്ടൻ ഇത്രയ്ക്കും മാജിക്കും സംഭവമൊക്കെ കാട്ടിയിട്ടും ഇവൾക്ക് വെള്ളത്തിലാണ് നിൽക്കുന്നത്, ഇവൻ്റെ പവർ കൊണ്ടാണ് നിൽക്കണേന്ന് ഇവൾക്ക് മനസ്സിലാവില്ല. എന്നിട്ട് ലാസ്റ്റ് ഏട്ടൻ തന്നെ പറയും ഞാൻ ഭൂതാണ്, നീ ഇപ്പോൾ വെള്ളത്തിൽ നിൽക്കണേന്ന്. അപ്പോൾ അവൾക്ക് മനസ്സിലാവാം. പിന്നെ കടലിൻ്റെ അടിയിലൊക്കെ പോയിട്ട് എന്തൊക്കെയോ അവരാധിക്കലുണ്ട്. പിന്നെ ഇതിൻ്റെ VFXനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഏട്ടനും ഇസബെല്ലയും കൂടി ഒരു ഗാനമേളയൊക്കെ നടത്തും. എൻ്റെ പൊന്നു മോനെ, അൺസഹിക്കബിൾ. പിന്നെ ആൻ്റണി പെരുമ്പാവൂരും പിന്നെ ഏട്ടനും കൂടിയുള്ള വെറുപ്പിക്കലൊക്കെ ഉണ്ട്. ദാറ്റ്സ് അൺസഹിക്കബിൾ വെറുപ്പിക്കൽ. പിന്നെ നിധി മോഷ്ടിക്കാൻ വേറെ ആൾക്കാരൊക്കെ വരും. ഏട്ടനെ അവരൊക്കെ ഇടിച്ചു കൂട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ താക്കോല കൊച്ചിന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പടം കഴിയും. പിന്നെ നമ്മുടെ ജ്ഞാപക മുരളി വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇസബെല്ല വലുതായി, വലിയ ഇസബെല്ലയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ജ്ഞാപക മുരളിയാണ് സെക്കൻഡ് പാർട്ടിലെ ഭൂതം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ അവസാനിക്കും. പടം പൊട്ടിക്കാരൻ ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പ്രതീക്ഷിക്കാം. അങ്ങനെ പടം കഴിഞ്ഞ്. One more please.